എല്ലാ കൂട്ടുകാർക്കും P2 ഫിഖ്ഹിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കണം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. ഒന്ന്, അൽ കലാമുൽ അംദു, മനഃപൂർവ്വം സംസാരിച്ചു നിസ്കാരം ബാത്തിലാവും. അതേപോലെ അൽ അമലുൽ കസീറുൽ മുത്തവാലി, തുടർച്ചയായിട്ടുള്ള അനക്കം. അൽ ഹറക്കത്തുൽ കസീർ നടത്താം. ഉദാഹരണം, ഇപ്പോൾ ഒരാൾ 3 സ്റ്റെപ്പാണ് ചാടി, അല്ലെങ്കിൽ തല ഒരു 3 വട്ടം ഇങ്ങനെ ഇളക്കി, അല്ലെങ്കിൽ കൈ ഒരു 3 വട്ടം ഇങ്ങനെ ഇളക്കി, അങ്ങനെയൊക്കെ നിസ്കാരം ബാത്തിലാവും. സലാസി ഖുതുവാത്തിൻ, 3 സ്റ്റെപ്പ് എടുക്കുന്നത് പോലെ. അതുപോലെ അൽ ഹദസു അംദൻ, ഒരാളുടെ വുളുഅ് മുറിഞ്ഞു കാറ്റ് പോയിട്ടൊക്കെ, അങ്ങനെ അല്ലെങ്കിൽ ഹുദൂസുൻ നജസി അല സൂബി, നമ്മൾ പെട്ടെന്ന് നമ്മളെ മൂക്കൊക്കെ പൊട്ടി ഒലിച്ചിട്ട് ആകെ രക്തമൊക്കെ ആയി, അങ്ങനെ പെട്ടെന്ന് നജസ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നജസ് ഉണ്ടെങ്കിൽ. അതുപോലെ അഞ്ചാമത്തെ ഇൻകിഷാഫുൽ ഔറത്തി, പെട്ടെന്ന് നമ്മളെ തുണിയാണ് അഴിഞ്ഞാടി, ഔറത്ത് വെളിവായി, അംദൻ മനഃപൂർവ്വം, ഒന്നിനും മനഃപൂർവ്വം അല്ലെങ്കിൽ താനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തഗീറുൻ നിയ്യത്ത് മാറിപ്പോയി. ഒരാൾ ളുഹുർ നിസ്കരിക്കണം, അപ്പോൾ ജുമേൻ്റെ നിയ്യത്ത് നിസ്കരിച്ചു, അല്ല ളുഹുർ നിസ്കരിക്കുമ്പോൾ സുന്നത്തിൻ്റെ നിയ്യത്ത വെച്ചത്, നിയ്യത്ത് മാറിപ്പോയാലും പ്രശ്നമാണ്. അതുപോലെ ഇസ്തിദ്ബാർ കിബിലക്ക് നേരെ പുറംതിരിഞ്ഞിട്ട് നിസ്കരിച്ചു പറ്റൂല. അൽ അക്കുലു വഷുർബു, ഒരാൾ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന പല്ലിൻ്റെ ഉള്ളിലൊരു ഫുഡിൻ്റെ പീസ് ഉണ്ട്, അത് എന്ത് ചെയ്തോ കഴിച്ചു. ബിരിയാണി നീന്നു, അതിൻ്റെ ഇറച്ചിൻ്റെ പീസുണ്ട്, അപ്പോൾ നിസ്കാരം ബാത്തിലാവും. അല്ലാഹുക്കോ, ഒരാളാണ് ചിരിച്ചു, പറ്റൂല, നിസ്കാരം ബാത്തിലാവും. പുഞ്ചിരിച്ചാൽ ഇങ്ങനെ ശരി, അതല്ല, ഒരു സൗണ്ടൊക്കെ വരുന്ന ഒരു പൊട്ടിച്ചിരിയാണ് ഉദ്ദേശിക്കുന്നത്. അരിദ്ദത്തു, ഒരാൾ മുർത്തദ്ദായി മാറി നോക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിസ്കാരം ബാത്തിലാവും.